بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. പാപകർമ്മങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ അദ്ദേഹം വിഭജിച്ചു. മനുഷ്യന്റെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് മനുഷ്യന് 4 രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകാം. അഹങ്കാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന റുബൂബിയത്തായ സിഫത്ത്, ഞാൻ റബ്ബാണ്, ഞാൻ വലിയ പുള്ളിയാണെന്നുള്ള സിഫത്ത്. രണ്ടാമത്തത് പിശാചിന്റെ പൈശാചിക ഗുണങ്ങൾ. മൂന്നാമതായി നാൽക്കാലികളുമായി ബന്ധപ്പെടുന്ന നാൽക്കാലികൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ മനുഷ്യനിലുണ്ടാകും. മറ്റൊന്ന് വന്യമൃഗങ്ങളുടെ ഗുണങ്ങൾ. ഈ ഓരോ ഗുണങ്ങളും പ്രകൃതിയും വെച്ചിട്ട് മനുഷ്യനിൽ നിന്നും വിവിധ പാവങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് പറയാണ് കിസ്മത്തുൻ സാനിയ, രണ്ടാമതൊരു വിഭജിക്കൽ, പാപത്തിനെ വേറെ രീതിയിൽ വിഭജിക്കുക. യോലം നീ അറിയണം, അന്ന ദുനൂബ, പാപങ്ങൾ, തുക്സമു, അതിനെ വിഭജിക്കപ്പെടും, ഇലാ മാ ബൈനൽ അബ്ദി വ ബൈനല്ലാഹി തആല, മനുഷ്യന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ഒന്ന് എന്നും, വൈലാമാ യതഅല്ലഖു ബിഹുഖൂഖിൽ ഇബാദി, അടിമകളുടെ ബാധ്യതകൾ, അടിമകളോടുള്ള ബാധ്യതകളുമായി ബന്ധപ്പെടുന്ന പാപമെന്നും വിഭജിക്കപ്പെടും. 2 രീതിയിൽ. ഒന്ന്, മനുഷ്യനും അള്ളാഹുവിൻ്റെ ഇടയിൽ മാത്രം നിൽക്കുന്ന അടിമ മനുഷ്യനുമായി അള്ളാഹുമായി ചെയ്യുന്ന ആ പാപം. മറ്റൊന്ന്, മനുഷ്യൻ അവൻ്റെ മറ്റ് സഹജീവികളുമായി ബന്ധപ്പെട്ട് അവൻ്റെ മറ്റടിമകളുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം. അള്ളാഹുവിനോടല്ല, മനുഷ്യൻ മനുഷ്യനോട് ചെയ്യുന്ന പാപം. ഇങ്ങനെ 2 ആയിട്ട് വിഭജിക്കാം. ഫമാ യതഅല്ലഖു ബിൽ അബ്ദി ഖാസത്തൻ, അടിമയോട് മാത്രം ബന്ധപ്പെടുന്ന പാപം, അടിമയോട് ബന്ധപ്പെടുന്ന, അടിമയുടെ ഹക്കുകളല്ല, അടിമ അള്ളാഹുമായി ബന്ധപ്പെടുന്ന പാപം, അതാണ് ഫമാ യതഅല്ലഖു ബിൽ അബ്ദി. അടിമയും അള്ളാഹുമായി ബന്ധപ്പെടുന്ന പാപം, കതർക്കി സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്ന പോലെ, സൗമി, നോമ്പിനെ ഉപേക്ഷിക്കുന്ന പോലെ, വൽ വാജിബാത്തിൽ ഖാസ്സത്തി ബിഹി, ഇവനോട് പ്രത്യേകമായ നിർബന്ധമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നത് പോലെ. ഇതാണ് അടിമ അള്ളാഹുമായി ബന്ധപ്പെടുന്ന പാപങ്ങളുടെ ഉദാഹരണം. വമാ യതഅല്ലഖു ബിഹുഖൂഖിൽ ഇബാദി, ഈ അടിമകളുടെ ഹക്കുകളുമായി ബന്ധപ്പെടുന്ന പാപം, അതിന്റെ ഉദാഹരണം കതർക്കിഹി സക്കാത്ത, അവൻ സക്കാത്തിനെ ഉപേക്ഷിക്കുന്ന പോലെ. സക്കാത്ത് അടിമയായ മറ്റൊരു സഹജീവിക്ക് അർഹപ്പെട്ടതാണ്, അപ്പൊ അതിനെ പിടിച്ചു വെക്കുക എന്നുള്ളത് അവനുമായി ബന്ധപ്പെടുന്ന പാപമാണ്. അതായത് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ, പിന്നെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രം ബന്ധപ്പെട്ടാൽ പോരാ, മറിച്ച് ആ അടിമയോടും അവൻ ബന്ധപ്പെടേണ്ടി വരും, പൊറുക്കുന്നതിന് വേണ്ടി. ഉദാഹരണമായി, ഒരാൾ സക്കാത്ത് ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ അയാളോട് പോയി പൊരുത്തപ്പെടിക്കേണ്ടി വരും. ഖത്ലിഹിൻ നഫ്സ, മറ്റൊന്ന്, ഒരു നഫ്സിനെ ഇയാൾ കൊല്ലുന്നു, അത് അടിമയുമായി ബന്ധപ്പെടുന്ന, അടിമയുടെ ഹക്കുകളുമായി ബന്ധപ്പെടുന്നതാണ്. വഗസ്ബിഹിൽ അംബാല, അയാൾ സ്വത്തുക്കളെ പിടിച്ചെടുക്കുന്നു. വശത്മിഹിൽ അഹറാല, അയാൾ മറ്റേയാളുടെ അഭിമാനങ്ങൾക്ക് ക്ഷതം വരുന്ന രൂപത്തിൽ ചീത്ത പറയുന്നു. ഇതെല്ലാമാണ് പിന്നെ അടിമയുടെ ഹക്കുകളുമായി ബന്ധപ്പെടുന്ന പാപങ്ങൾ. വകുല്ലു മുതനാവലിൻ മിൻ ഹക്കിൽ ഗൈരി, ഈ ഗൈറിന്റെ ഹക്കിൽ നിന്നും പിടിച്ചെടുക്കപ്പെടുന്ന ഓരോ പാപവും ഏതിലൂടെയാണ് പിടിച്ചെടുക്കപ്പെടുന്നത്? ഗൈറിന്റെ ഹക്ക്, അടിമയുടെ ഹക്കിൽ നിന്നും പിച്ച് ചീന്ത എടുക്കപ്പെടുന്ന പാപങ്ങൾ എന്ന് പറയുന്നത് ഒന്നുകിൽ ഏത് വഴിയിലൂടെയാണ്? ഫഇമ്മാൻ നഫ്സുൻ, ഒന്നുകിൽ നഫ്സായിരിക്കും, അയാളുടെ നഫ്സിനെ ഇയാൾ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത് അങ്ങനെ ചീന്തിയെടുക്കപ്പെടുന്ന ഹക്കുകൾ. ഔ തറഫുൻ, അല്ലെങ്കിൽ
അയാളുടെ മാന്യതയ്ക്ക് കോട്ടം വരുന്ന രൂപത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ. മാലിൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വത്തിനെ ചീന്തിയെടുക്കപ്പെടുക. ഇറുദുൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിമാനം ചോദ്യം ചെയ്യുക. ദീനിന് അല്ലെങ്കിൽ വേറൊരാളുടെ അയാളുടെ ദീനിനെ സംബന്ധിച്ച് ആക്ഷേപം പറയുക. അയാൾ അവിശ്വാസിയാണെന്നോ ബിദഅത്തുകാരനാണെന്നൊക്കെ പറയുക. ജാഹുൻ അല്ലെങ്കിൽ ജാഹ് എന്ന പ്രതാപം, അയാളുടെ പ്രതാപത്തിന് വിഷമമുണ്ടാക്കുന്ന കുറവുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. തനാവുലുദ്ദീനി, ദീനിൽ നിന്നും പിച്ച് ചീന്തിയെടുക്കപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിൽ യഗ്വാഇ, അയാളെ പഴപ്പിക്കൽ കൊണ്ട്, അയാളെ പഴച്ചവനാന്ന് പറയുക, അല്ലെങ്കിൽ ഇയാളിലൂടെ അയാളെ പഴപ്പിക്കുക. ബിദ്അത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇയാൾ കാരണമായി മറ്റേയാൾ ബിദ്അത്തിൽ പെട്ടുപോകുന്നു. അതും അയാളുള്ള ഹക്കിനെ പിച്ച് ചീന്തലാണ്. തർഗീബ് ഫിൽ മഹാസി, പാപങ്ങളിൽ ആഗ്രഹിപ്പിക്കുക, പാപങ്ങൾ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. തഹീജു അസ്ബാബിൽ ജറാഅത്തി അലല്ലാഹി, അള്ളാഹുവിനോട് ഒരു ജുർഅത്ത് കാണിക്കുന്നതിന്റെ കാരണങ്ങളെ ഇളക്കി വിടുക. അള്ളാഹുവിനോട് ജുർഅത്ത് കാണിക്കുക, അള്ളാഹുവിനോട് ഒരു ധീരത കാണിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന നിലയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് മുമ്പിൽ വന്ന്, അള്ളാഹ് കാരുണ്യവാനാണ്, നന്മകള് അവൻ നമുക്ക് അള്ളാഹ് അനുഗ്രഹം ചെയ്യും, നമ്മളെ അവൻ ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല എന്ന നിലയിൽ ഖൗഫിന് പിന്നെ ഖൗഫ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫ് ഉണ്ടാക്കുന്നതിന് പകരം ജുർഅത്ത്, അള്ളാഹുവിന്റെ അടുക്കൽ ജുർഅത്ത് ചെയ്യുന്നതിനുള്ള കാരണങ്ങളെ ഇളക്കി വിടുക. ഉദാഹരണം കമാ യഫ്അലുഹു ബഅദുൽ വുഖാലി, ചില വാളന്മാര് ചെയ്യുന്ന പോലെ ബി തഗ്ലീബി ജാനിബി റജാഇ, അള്ളാഹുവിനോടുള്ള റജാഇന്റെ ഭാഗം മാത്രം അതിനെ മികപ്പിച്ച് നിർത്തൽ കൊണ്ട് അലാ ജാനിബിൽ ഖൗഫി, ഖൗഫിന്റെ ജാനിബിനേക്കാൾ. അൽ ഈമാനു ബൈനൽ ഖൗഫി വർ റജാഇ എന്നല്ലേ പറഞ്ഞു. ഇവിടെ ഇപ്പൊ ഖൗഫിന് മുൻഗണന കൊടുക്കാതെ, ഖൗഫിനെ സംബന്ധിച്ച് ഒന്നും പറയാതെ റഹ്മത്ത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ ജുർഅത്തിന് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോവും. ബിൽ ഇബാദി, അടിമകളുമായി ബന്ധപ്പെടുന്ന പാപം ഫൽ അംറുഫി, അതിലുള്ള കാര്യം അഗലദു, കഠോരമാണ്. അടിമകളുമായി ബന്ധപ്പെടുന്ന പാപത്തിന്റെ കാര്യം വളരെ കഠോരമാണ്. വമാ ബൈനൽ അബിദി വ ബൈനല്ലാഹി, അള്ളാഹുവിന്റെയും അടിമയുടെ ഇടയിലുള്ള പാപം ഇദാലമിക്കും ശിർക്ക്, അത് ശിർക്ക് അല്ലെങ്കിൽ ഫൽ അഫൂ ഫീഹി, ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള മാപ്പ് അർജ, ആശിക്കപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ. അഖറബ്, ഏറ്റവും ഇവനോട് അടുക്കുന്നതുമാണ്. അള്ളാഹുമായി ബന്ധപ്പെടുന്ന ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പുറത്തു വരും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വഖദ് ജാഅ ഫിൽ ഖബരി, ഹദീസിൽ വന്നിട്ടുണ്ട്, അദ്ദവാബീനു സലാസത്തുൻ, പാപങ്ങളുടെ ഫയലുകൾ 3 എണ്ണമാണ്. ദീവാനിന് ഒരു ഫയൽ യുഗ്ഫിറു, അത് പൊറുക്കപ്പെടും. വദീവാനിൻ മറ്റൊരു ഫയൽ ലാ യുഗ്ഫിറു, അത് പൊറുക്കപ്പെടുകയില്ല. വദീവാനിൻ മറ്റൊരു ഫയൽ ലാ യുത്രക്കു, അതിനെ ഉപേക്ഷിക്കപ്പെടുകയില്ല, പരിഹാരം ഉണ്ടായെങ്കിലേ ഉപേക്ഷിക്കുള്ളൂ. ദീവാനില്ലതി യുഗ്ഫറു, പുറത്തു തരപ്പെടുന്ന ഫയല് ദുനൂബിൽ ഇബാദി ബൈനഹും വ ബൈനല്ലാഹി, ഒരടിമ അല്ലെങ്കിൽ അടിമകൾ അവരുടെയും അള്ളാഹുവിന്റെ ഇടയിൽ ഉണ്ടാകുന്ന പാപങ്ങളാണ് പൊറുക്കപ്പെടുന്നത്. അള്ളാഹു തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അഹമ്മദ് ദവാബീനുല്ലതി ലാ യുഗ്ഫറു, പൊറുക്കപ്പെടാത്ത പാപങ്ങളോ അഹമ്മദ് ദീവാനുല്ലതി, ദവാബീനല്ല ദീവാൻ, പൊറുക്കപ്പെടാത്ത പിന്നെ ഫയൽ ഏതാണ്? ഫശിർക്കു ബില്ലാഹി തആല, അള്ളാഹുവിനോട് ശിർക്ക് വെക്കുക എന്നുള്ളതാണ്. അത് അള്ളാഹു തആല പൊറുക്കുകയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അഹമ്മദ് ദീവാനുല്ലതി ലാ യുത്രക്കു, മനുഷ്യരിൽ നിന്നും വിട്ടുപോകത്തില്ല, അതിനെ ഉപേക്ഷിക്കപ്പെടുകയില്ല, പിടിക്കുക തന്നെ ചെയ്യും. അങ്ങനത്തെ പിന്നെ ഫയൽ എന്താണ്? അത് മളാലിമുൽ ഇബാദി, അടിമകളുമായുള്ള അക്രമ പ്രവർത്തനങ്ങളാണ്. നേരത്തെ പറഞ്ഞതെല്ലാം പെടുവത്. അതായത് ലാ ബുദ്ദ വ അൻ യുതാലബ ബിഹ, അവകളെ തേടപ്പെടൽ അത്യാവശ്യമാണ്. ഹത്താ യുഅഫ അൻഹ, അവകളെ തൊട്ട് മാപ്പാക്കപ്പെടുന്നത് വരെ. മാപ്പാക്കുകയാണെങ്കിൽ ശരി, മാപ്പാക്കിയില്ലെങ്കിൽ തേടപ്പെടും. ഇവിടെ വെച്ച് തേടപ്പെടും, ആഖിറത്തിൽ പോയും പിടിക്കും. ഇസ്മത്തുൻ സാലിസ, മൂന്നാമത് മറ്റൊരു വിഭജിക്കൽ പാപത്തിന് വേറൊരു രീതിയിൽ. യഅലം അന്ന ദുനൂബ, പാപങ്ങൾ തൻഖസിമു ഇലാ സഗായിറ വ കബായിറ, പാപങ്ങൾ ചെറുത് വലുത് എന്ന നിലയിൽ വിഭജിക്കും. വഖദ് കസറ ഇഖ്തിലാഫുൻ നാസി ഫിഹ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇഖ്തിലാഫ് വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരാണ്. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതാണ് സഗീർ, ഏതാണ് കബീർ, കബീർ എത്ര ഉണ്ട്, ഇതിന് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫഖാല ഖായിലുന, ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു ലാ സഗീറത്ത വലാ കബീറത്ത,
സഗീറത്തും കബീറത്തും ഒന്നും വിഭജിക്കേണ്ട കാര്യമില്ല. ബൽ മറിച്ച് കുല്ലു മുഖാലഫത്തിൻ ലില്ലാഹി, അള്ളാഹുവിനോട് ഉള്ള എല്ലാ എതിരും ഫഹിയ കബീറത്തുൻ, അത് കബീറത്ത് തന്നെയാണ്. ഇത് വഹാദ ലഈഫുൻ, അദ്ദേഹം പറഞ്ഞത് ലഈഫാണെന്നാണ്. കാരണം ഖുർആനിലെ ലാഹിറിനോട് എതിരാണ്. പക്ഷെ ഈ മഹാന്മാർ ആ പറഞ്ഞതിനർത്ഥം അള്ളാഹുമായിട്ടുള്ള ബന്ധമനുസരിച്ചാണ്. ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ, അബ്റാറുകളായ ആൾക്കാര് പിന്നെ നന്മയായി കണക്കാക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുഖറബുകളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തിന്മകളായിരിക്കും. അബ്റാറിന്റെ മീതെയാണ് മുഖറബ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ ആൾക്കാർ, അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ അള്ളാഹുവിന്റെ മഹാന്മാരായ സ്നേഹിതന്മാരായ വലികളായ ആൾക്കാർ, അവര് തിന്മയായി കണക്കാക്കുന്ന കാര്യങ്ങൾ നമ്മളെപ്പോലുള്ളവർക്ക് നന്മയായിരിക്കും. അപ്പൊ അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞത് അള്ളാഹിനോട് ചെയ്യുന്ന ഏത് എതിരും കബീറാണെന്ന് പറയുന്നു. അത് പൊതു ശരീഅത്തുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അത് സുലൂക്കുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇത് ലഈഫാണ്. ഇത് കാരണം ഖാലല്ലാഹു തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബു, നിങ്ങൾ വെടിഞ്ഞാൽ, കബാഇറ മാ തുൻഹൗന അൻഹു, നിങ്ങളെ തൊട്ട് നിരോധിക്കപ്പെട്ടതായ വൻപാപങ്ങൾ നിങ്ങൾ വെടിഞ്ഞാൽ, നുകഫിർ അൻകും, നിങ്ങൾ തൊട്ട് നാം പരിഹരിച്ചു തരും, സയ്യിആതികും, നിങ്ങളുടെ സയ്യിഅത്തുകളെ. അത് ചെറിയ പാപങ്ങളാണ്. അവ എന്ത് മനസ്സിലായി? സയ്യിഅത്ത് കബീറത്തും ഉണ്ട് സഗീറത്തും ഉണ്ടെന്ന് മനസ്സിലായില്ലേ? വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, കരീമായ ബഹുമാനമായ മാന്യമായ ഒരു സ്ഥലത്ത് നിങ്ങളെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും, സ്വർഗത്തിൽ. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വഖാല തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, അല്ലദീന യജ്തനിബൂന കബാഇറൽ ഇസ്മി വൽ ഫവാഹിശ ഇല്ലൽ ലമം, ഒരു വിഭാഗം അവര് വൻപാപങ്ങൾ വെടിയുന്നു, നികൃഷ്ടമായ കാര്യങ്ങളെയും വെടിയുന്നു, ഇല്ലൽ ലമം, ലമം ഒഴികെ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ലമം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം ഉണ്ടെന്ന് മനസ്സിലായില്ലേ? സഗീറും ഉണ്ട് കബീറും ഉണ്ട്. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅത്തി, 5 വഖത്ത് നിസ്കാരം ഒരു ജുമുഅ മുതൽ മറ്റൊരു ജുമുഅ വരെയുള്ള, ഒരു ജുമുഅ നിസ്കരിച്ചാൽ അടുത്ത ജുമുഅ വരെ, ഇതെല്ലാം യുക്കഫിർന, ഇവകൾ മാപ്പാക്കുന്നതാണ്, പരിഹരിക്കുന്നതാണ്, മാ ബൈനഹുന്ന, ഇവകളുടെ ഇടയിലുള്ള പാപങ്ങളെ. ഇനി ജുത്തുനിബത്തിൽ കബാഇറു, വൻപാപങ്ങളെ വെടിയപ്പെട്ടാൽ. അപ്പൊ വൻപാപം വേറെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ഒഫി ലഫ്ലിൻ ആഖറ, മറ്റൊരു ലഫ്ലിൽ ഇങ്ങനെയാണ് ഹദീസ് വന്നിരിക്കുന്നത്, കഫാറാത്തുൽ ലിമാ ബൈനഹുന്ന, ഇവകളുടെ ഇടയിലുള്ള ഒന്നിനുള്ള പരിഹാരങ്ങളാണ്, ഇല്ലൽ കബാഇറ, വൻപാപങ്ങൾ ഒഴികെ. വഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അർളി ഫീമാ റവാഹു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച്, അൽ കബായിറു, വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ അൽ ഇശ്റാഖു ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കൽ, ഹുഖൂഖുൽ വാലിദൈനി, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, മാനസികമായും ശാരീരികമായും മാതാപിതാക്കളെ ഉപദ്രവിക്കൽ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട മാതാപിതാക്കൾ അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു തആല അവർക്ക് ആദരവ് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവരുടെ ആയുസ്സിലും ആരോഗ്യത്തിലും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഖത്ലുൻ നഫ്സിൻ, നഫ്സിനെ കൊന്നുകളയുക, ഒരാളെ അകാരണമായി വധിക്കുക. വൽ യമീനുൽ ഖമൂസ്, യമീനുൽ ഖമൂസ്, കള്ള സത്യം ചെയ്യുക. വഖ്തലഫ സഹാബത്തു, സഹാബാക്കൾക്ക് ഇഖ്തിലാഫ് ഉണ്ടായി, വത്താബിഊന, താബികൾക്കും, ഈ അദദിൽ കബായിരി, വൻപാപങ്ങളുടെ എണ്ണത്തിന്റെ വിഷയത്തിൽ സഹാബാക്കളും താബീങ്ങളും എല്ലാം അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. പലരും പല അഭിപ്രായം. മിൻ അർബഇൻ, 4 മുതൽ, ഇലാ സബീൻ, 7 വരെ, ഇലാ തിസ്ഇൻ, 9 വരെ, ഇലാ 11, 11 വരെ, ഇങ്ങനെ പല എഫമാ ഫോക്കദാർ, ഇതിന്റെ മുകളിലും പറയപ്പെട്ടിട്ടുണ്ട്. കാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മിൻ അർബഉന്ന അർബഉൻ, അവകൾ അർബഅകളാണ്, 4 എണ്ണമാണെന്ന് ഇബ്നു മസ്ഊദിന്റെ അഭിപ്രായം. വൻപാപങ്ങൾ 4 എണ്ണം. വകാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുന്ന സബഉൻ, 7 എണ്ണമാണ്. ഇജ്തനിബു സബഅൽ മുബിഖാത്ത് എന്ന് പറഞ്ഞിട്ടില്ല, 7 എണ്ണമാണ്. വകാല അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം പറഞ്ഞു, ഹുന്ന തിസ്ഉൻ, 9 എണ്ണമാണ്. വകാന ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, ഇദാ ബലഗഹു, അദ്ദേഹത്തിന് എത്തിയാൽ, ഖൗൽ ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗൽ അദ്ദേഹത്തിന് എത്തിയപ്പോൾ അദ്ദേഹം എന്തായി പറഞ്ഞു, വകാന ഇബ്നു അബ്ബാസ് എന്നായിരിക്കില്ല, വകാല ഇബ്നു അബ്ബാസ് എന്നായിരിക്കും. ഈ കിതാബിൽ കാനയായിപ്പോയി. ഖാല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ ബലഗഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ എത്തിയപ്പോൾ, ഖൗൽ ഇബ്നു ഉമർ, ഇബ്നു ഉമറിന്റെ ഖൗൽ 7 എന്ന് പറയുന്ന ഖൗൽ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽ കബായിറു സബഉൻ, അതെ ശരിയാണ്, കാലയല്ല കാന തന്നെയാണ്.
കാനയ്ക്ക് പിന്നെ അങ്ങനെ ആയിരുന്നു എന്ന് അർത്ഥം വെക്കണ്ട. അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ആയി ഇതാ ബലഗഹു അദ്ദേഹത്തിന് എത്തിയപ്പോൾ കൗൽ ഇബ്നു ഉമറ, ഇബ്നു ഉമറിന്റെ കൗൽ അൽ കബായിറു സബ്ഉൻ എന്ന കൗൽ അദ്ദേഹത്തിന് ലഭിച്ചപ്പോൾ ഇബ്നു ഉമർ ഇങ്ങനെ പറയുന്നുണ്ടെന്ന് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു യഖൂലു, അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു. എങ്ങനെ? കുന്ന, ഇപ്പൊ പാവങ്ങൾ ഇലാ സബഈന 70ലേക്ക് അഖറബ് ഏറ്റവും അടുത്തതാണ്, മിൻഹ ആ പാവങ്ങൾ അടുക്കുന്നതിനേക്കാൾ ഇലാ സബഈൻ 7ലേക്ക് അടുക്കുന്നതിനേക്കാൾ 70ലേക്കാണ് അടുപ്പം, അഥവാ 70ഓളം ഉണ്ട്. കാല മറദൻ, ഒരു പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു കുല്ലുമാ നഹല്ലാഹു അൻഹു, അള്ളാഹു നിരോധിച്ച പാപങ്ങൾ, അള്ളാഹു നിരോധിച്ച ഏതുണ്ടോ അതെല്ലാം ഫഹുവ കബീറത്തുൻ, അത് കബീറത്താണ്. വകാല ഗൈറുഹു, ഇബ്നു അബ്ബാസ് അല്ലാത്ത വേറെ ചിലർ പറഞ്ഞു കുല്ലുമാ ഔഅദല്ലാഹു അലൈഹി, എല്ലാ ഓരോ പാപവും അള്ളാഹു തആല അതിന്മേൽ മുന്നറിയിപ്പ് നൽകി, ബിന്നാരി നരകം കൊണ്ട് ശിക്ഷിക്കുമെന്ന് അള്ളാഹു തആല മുന്നറിയിപ്പ് നൽകിയ പാപം ഫഹുവ മിനൽ കബായിരി, അങ്ങനെയുള്ള എല്ലാം കബീറത്തുകളിൽപ്പെട്ടതാണ്. വകാല ബഅദു സലഫി, മുൻഗാമികൾപ്പെട്ട ചില മഹാന്മാർ പറയുന്നു കുല്ലുമാ ഔജബ അലൈഹിൽ ഹദ്ദ, എല്ലാ ഓരോ പാവവും ആ പാപത്തിന്റെ മേൽ പിന്നെ അത് എന്താക്കി അള്ളാഹു തആല നിർബന്ധമാക്കിയാൽ ഹദ്ദിനെ ഫി ദുനിയ, ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു തആല ഹദ്ദിനെ നിർബന്ധമാക്കി, ശിക്ഷാവിധിയെ, മോഷണത്തിന് കൈമുറിക്കണം, വ്യഭിചാരത്തിന് അടിക്കണം, അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലണം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇത് നിശ്ചയിച്ച കാര്യം ഫഹുവ കബീറത്തുൻ, അങ്ങനെയുള്ള പാപങ്ങളൊക്കെ കബീറത്താണ്. വക്കീല പറയപ്പെട്ടിരിക്കുന്നു ഇന്നഹായി വൻപാപങ്ങൾ എന്ന് പറയുന്ന മുബ്ഹമത്തുൻ, അവ്യക്തമാക്കപ്പെട്ടിരിക്കുക, ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല. ലാ യുറഫു അദദുഹ, അതിന്റെ എണ്ണം എത്രയെന്ന് അറിയാൻ സാധ്യമല്ല. ഏതുപോലെ? ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിനെ മറച്ചു വെച്ചതുപോലെ ഇതും മറച്ചു വെച്ചിരിക്കുകയാണ്. വസാഅത്തി യൗമുൽ ജുമുഅത്തി, ജുമുഅ ദിവസത്തെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയത്തിനെ മറച്ചു വെച്ചതുപോലെ. വഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലമ്മാ സുഇല അൻഹ, വൻപാപങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഖ്റ, നീ ഓത്, മിൻ അവ്വലി സൂറത്തിൻ നിസായി, സൂറത്തു നിസായിന്റെ ആരംഭം മുതൽ ഇലാ റഅസി 30 ആയത്തൻ, 30 ആയത്ത് വരെ, മിന്ന സൂറത്തു നിസായിൽപ്പെട്ട. എന്താ കൗല്? അള്ളാഹുവിന്റെ ഈ കൗല് ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, അവിടെ വരെ കുറെ നിരോധനങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹ് നിരോധിച്ച കബായിറിനെ വെടിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ ആയത്ത് വരെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫകുല്ലുമാ നഹല്ലാഹു അൻഹു, അള്ളാഹു തആല നിരോധിച്ച എല്ലാം ഫി ഹാദി സൂറത്ത്, ഈ സൂറത്തിൽ ഇവിടം വരെ, ഇലാഹുന ഇവിടം വരെ, ഫഹുവ കബീറത്തുൻ, അത് നോക്കിയാൽ മനസ്സിലായി ഏതൊക്കെയാണ്. വഖാല അബൂ താലിബിൽ മക്കി റഹ്മഹുല്ലാഹ് പറയുകയാണ്, ഇദ്ദേഹത്തിന്റെ മുൻഗാമി അബൂ താലിബ് മക്കി, കാര്യപ്പെട്ട കിതാബൊക്കെ എഴുതിയ അബൂ താലിബ് മക്കി റഹ്മഹുല്ലാഹ്, ഖൂത്തുൽ ഖുലൂബിന്റെ മുസന്നിഫാണ്. അദ്ദേഹം പറയുകയാണ് അൽ കബായിറു 17, 17 എണ്ണമാണ് വൻപാപങ്ങൾ. ജമാഅത്തു, ഞാൻ അതിനെ സ്വരൂപിച്ചു, മിൻ ജുംലത്തിൽ അഖ്ബാരി, കുറെ ഹദീസുകളിൽ നിന്ന് ഞാൻ എടുത്തതാണ്, 17 എണ്ണമാണ്. ജുംലത്തു മജ്തമഅ, ഈ പറഞ്ഞതിന്റെ ആകെ മൊത്തം, ജുംലത്തു മജ്തമഅ ഒരുമിച്ചുകൂടി മൊത്തം, മിൻ ഖൗലി ഇബ്നു അബ്ബാസിൻ വബിനി മസ്ഊദിൻ, ഇബ്നു അബ്ബാസിന്റെ കൗല്, ഇബ്നു മസ്ഊദിന്റെ കൗല്, വബിനി ഉമറ, ഇബ്നു ഉമറിന്റെ കൗല്, വഗൈരി, ഇവരല്ലാത്തവരും റളിയല്ലാഹു അൻഹും, ഇവരുടെ എല്ലാം കൗലിൽ നിന്നും കിട്ടിയ മൊത്തം എന്താണ്? അർബഅത്തുൻ ഫിൽ ഖൽബി, ഈ പറയുന്നതാണ്. അർബഅത്തുൻ, 4 എണ്ണം ഫിൽ ഖൽബി, ഖൽബിലുണ്ട്. വഹിയ, കൽബിലുള്ള 4 എണ്ണം അശ്ശിർക്കു ബില്ലാ, ഒന്ന് ശിർക്കാണ്, വൽ ഇസ്റാറു അലാ മഅസിയതിഹി, പാപത്തിൽ നിത്യമാകാനുള്ള വാഞ്ച, ആഗ്രഹം, വൽ ഖനൂതു മിൻ റഹ്മതിഹി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടുക, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, വൽ അംനു മിൻ മക്രിഹി, അള്ളാഹുവിന്റെ മക്രിൽ നിന്നും നിർഭയനാകുക, അള്ളാഹ് അങ്ങനെയും ചെയ്യാൻ പോകുന്നില്ല എന്ന്. ഇതാണ് 4 പാപങ്ങൾ. വാർബോൾ 4 എണ്ണമാണ് ഫിൽ ലിസാനി, നാവില്. വഹിയത് ഷഹാദത്തു സൂർ, കള്ളസാക്ഷി പറയുക, വഖദ്ഫുൽ മുഹ്സിൻ, മുഹ്സിനായ പതിവ്രതനായ വ്യക്തിയെ അല്ലെങ്കിൽ പതിവ്രതയായ വ്യക്തിയെക്കുറിച്ച് വേണ്ടാത്ത ആരോപണങ്ങൾ പറയുക, വൽ യമീനുൽ ഗമൂസു, കള്ളസത്യം ചെയ്യുക. വഹിയ, ഈ കള്ളസത്യം എന്ന് പറഞ്ഞാൽ അല്ലത്തി ഒന്നാണ്, ഒരു സത്യമാണ്, യുഹക്കു ബിഹ, അതുകൊണ്ട് ഹക്കായി വിശദീകരിക്കപ്പെടും, ബാത്തിലൻ, ബാത്തിലിനെ, അല്ലെങ്കിൽ യുഹിക്കു, ഇയാള് ആ സത്യമായി പിന്നെ എന്ത് ചെയ്യും? അവതരിപ്പിക്കും, ബിഹ, ഈ കള്ളസത്യം കൊണ്ട്, ബാത്തിലൻ, ബാത്തിലിനെ. അവ അല്ലെങ്കിൽ യുബത്തുലു ബിഹ, ഈ സത്യം കൊണ്ട് അയാൾ ബാത്തിലാക്കും ഹക്കൻ, ഹക്കായതിനെ. ഇതാണ് യമീനുൽ ഗമൂസ് എന്ന് പറഞ്ഞാൽ.
വക്കീല് പറയപ്പെട്ടിരിക്കുന്നു ഹിയ യമീനുൽ ഖമൂസ് എന്ന് പറഞ്ഞാൽ അല്ലത്തെ ഒരു യമീനാണ്. യഖ്തത്തിഉബി അതുകൊണ്ട് മുറിഞ്ഞു പോകും മാലിംബ്രിഇൻ മുസ്ലിമിൻ മുസ്ലിമായ ഒരു മനുഷ്യന്റെ സ്വത്ത് മുറിഞ്ഞു വരും എന്ന് പറഞ്ഞാൽ അയാൾ മുറിച്ചെടുക്കും എന്നർത്ഥം. യഖ്തത്തി അയാൾ മുറിച്ചെടുക്കും മാലംബ്രിഇൻ മുസ്ലിമിൻ മുസ്ലിമായ ഒരു മനുഷ്യന്റെ സ്വത്തിനെ ബാത്തിലായ നിലയിൽ ബാത്തിലൻ കള്ളസത്യം ചെയ്ത് പിടിച്ചെടുക്കും. പലോ സിവാക്കമ്മിൻ അറാക്കിന് ഒരു അറാക്കിന്റെ കോലാണെങ്കിലും ശരി പല്ല് തേക്കുന്ന അതാണെങ്കിലും ശരി അർഹതയില്ലാണ്ട് പിടിച്ചെടുത്താൽ അതും വൻപാപത്തിൽപ്പെട്ട യമീനുൽ ഖമൂസ്. സുമ്മിയത്ത് ഖമൂസൻ യമീനുൽ ഖമൂസിന് ഖമൂസിൽ വരിക്കാൻ കാരണം എന്താ? ഖമസ എന്ന് പറഞ്ഞാൽ മുങ്ങി എന്നാണല്ലോ. കാരണം ലിഅന്നഹ ഈ യമീനുൽ ഖമൂസ് തഗ്മിസു സാഹിബ് അതിന്റെ സാഹിബിനെ അത് മുക്കും, ചെയ്യുന്നയാളെ അത് മുക്കും. പിന്നാരി നരകത്തിൽ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാലാമത്തെ കാര്യം സിഹറാണ്. സിഹർ എന്ന് പറഞ്ഞാൽ എന്താ? കുല്ലു കലാമിൻ യുഗയ്യിറുൽ ഇൻസാന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുന്ന എല്ലാ കലാമും. അജിസാ ശരീരത്തിനെ മാറ്റിമറിക്കുന്ന അൻ മൗലൂആത്തിൽ ഖിൽഖത്തി പ്രകൃതിദത്തമായ അവന്റെ അവസ്ഥയെ തൊട്ട് പ്രകൃതിദത്തമായ അവന്റെ അവസ്ഥയെ മാറ്റിമറിക്കുന്ന രോഗമെല്ലാം വരും സിഹർ കൊണ്ട്. അവന്റെ മാനസികാവസ്ഥ തകരാറിലാകും. അതിലേക്ക് എത്തിക്കുന്ന എല്ലാം സിഹറാണ്. കണ്ണേറ് വരും, വേറെ പലതും വരും. സിഹർ ചെയ്യലും കൊണ്ട് മാറണം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വസലാസുൻ 3 പാപങ്ങൾ ഫിൽ ബത്നി വയറിലുള്ളതാണ്. വയ്യാതെ ഷുർബുൽ ഖംരി വയറുമായി ബന്ധപ്പെടുന്ന സുക്രു മിൻകുല്ലി സറാബിന് എല്ലാ പാനീയത്തിനാലും പിന്നെ ലഹരി ഉണ്ടാക്കുക. വാക്കിലു മാലിൽ യത്തീമി ദുൽമൻ അക്രമപരമായി യത്തീമിന്റെ സ്വത്ത് തിന്നുക. ഈ വാക്കിലു റിബ പലിശയെ തിന്നുക. ബഹുവയാലുമന അറിഞ്ഞുകൊണ്ട് പലിശയെ തിന്നുക. 3 കാര്യം. ഒന്ന് ലഹരി ഉണ്ടാകുക, പിന്നെ മദ്യം കൊണ്ടോ അതുപോലത്തെ വസ്തു കൊണ്ടോ ഈ മയക്കുമരുന്നൊക്കെ അതിൽ പെടും. അതുപോലെ തന്നെ യത്തീമിന്റെ സ്വത്ത് തിന്നുക അർഹതയില്ലാതെ. അതുപോലെ തന്നെ പിന്നെ പലിശയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലിശ തിന്നുക. വസനത്താനി ഫിൽ ഫർജ് 2 കാര്യങ്ങൾ ഫർജുമായി ബന്ധപ്പെടുന്ന ഭാവമാണ്. ബഹുമാത് രണ്ടും അസിന വൽ ലിബാത്തു സിനയും ലിബാത്തത്തുമാണ്. അൽഹംദുലില്ലാഹ്. വസനത്താനി 2 കാര്യം ഫിൽ യദൈനി കയ്യുമായി ബന്ധപ്പെടുന്ന. അള്ളാഹു നമ്മളെ ഇതിനെല്ലാം കാത്തിരക്ഷിക്കട്ടെ. ബഹുമ കയ്യുമായി ബന്ധപ്പെടുന്ന പാപം അൽ ഖത്ലു വസ്സിർഖത്തു കൈ കൊണ്ടാണല്ലോ കൊല മോഷണവും. വാഹിദത്തുൻ ഫിൽ റിജ്ലൈനി ഒരെണ്ണം കാല് ബന്ധപ്പെടുന്നതാണ്. ബഹുവാദ് അൽ ഫറാറു മിനൽ സഹഫി യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക. അതായത് അൽ വാഹിദു മിൻ ഇസ്നൈനി 2 ശത്രുവിനെടുക്കൽ നിന്ന് ഒരാൾ പിന്തിരിഞ്ഞോടുക. 2 ശത്രുവിന് ഒരാൾ മതി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൽ അശറത്തു മിനൽ അശ്ശരീന 20 പേരിൽ നിന്നും 10 പേര് പിന്തിരിഞ്ഞോടുക. അതും സൂറത്തുൽ അൻഫാലിൽ പറഞ്ഞിട്ടുള്ളതാണ്. മുവാഹദിന് 1 പാപം ഫി ജമീഉൽ ജസദ് ശരീരം മൊത്തത്തിലുള്ളതാണ്. വഹിയത് ഉഖൂഖുൽ വാലിദൈനി മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. കാല അദ്ദേഹം പറയാണ്, ഈ പറഞ്ഞ മഹാന്മാർ പറയുന്നു, ജുംലത്തു ഉഖൂഖിഹിമ ഈ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിന്റെ മൊത്തം എന്താണ്? ഉദാഹരണം അതിന്റെ ജുംല എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടത് അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് ഏത്? യഖ്സിമ അലൈഹി അവർ രണ്ടുപേരും ഇവനോട് എന്തെങ്കിലും കാര്യം സത്യം ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യണമെന്ന്. ഈ ഹക്കിനൊരു ഹക്കില് ഫലാ യബുറു ഖസ്മഹുമ അവരുടെ സത്യത്തിനെ ഇയാൾ പൂർത്തിയാക്കത്തില്ല. 1 ഫൈൻ സഅലാഹു അവർ രണ്ടുപേരും ഇവനോട് എന്തെങ്കിലും ചോദിച്ചാൽ ഹാജത്തൻ ഫലാ യുഅ്തിഹിമ നൽകത്തില്ല. അതുപോലെ തന്നെ യസുബ്ബാഹു അവർ രണ്ടുപേരും ഇവനോട് ദേഷ്യപ്പെട്ടാൽ, ചീത്ത പറയാൻ ദേഷ്യപ്പെട്ടാൽ ഫയദ്രിബുഹുമ ഇവർ രണ്ടുപേരെയും അടിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വയജൂആനി അവർ രണ്ടുപേരും വിശന്നിരിക്കും. ഫലായ യുത്ഇമുഹുമ അവർക്ക് ഭക്ഷണം കൊടുക്കത്തില്ല. ഹാദാ മാ ഖലഹു ഇതാണ് ആ മഹാൻ പറഞ്ഞത്, മുമ്പ് പറഞ്ഞ ബഹുവ ഖരീബുൻ. ഈ പറഞ്ഞത് ഏകദേശമാണെന്നർത്ഥം. അദ്ദേഹം പറഞ്ഞ 17 17 പറഞ്ഞ് ഇത് ഏകദേശം അതാ കരീബെന്ന്. വലാക്കിൻ ലൈസ യഹ്സുലു ബിഹി തമാമു ഷിഫ ഈ വ്യാഖ്യാനം കൊണ്ട് പരിപൂർണമായ ഒരു മാനസിക ശമനം ഉണ്ടാകത്തില്ല. വേറെ ഉണ്ടാകാമല്ലോ പാവങ്ങൾ. ഈ പറഞ്ഞുകൊണ്ട് മാനസികമായ പരിപൂർണമായ ഒരു ശമനം ഉണ്ടാകത്തില്ല. ഇത് കാരണം യുംകിനു സിയാദത്തു അലൈഹി ഇതിനേക്കാൾ വർദ്ധിക്കാം, നുഖ്സാനും ഇതിനേക്കാൾ കുറയുകയും ചെയ്യാം. കാരണം ഫൈനഹു പിന്നെ അദ്ദേഹം ജഅല അക്കില റിബ പലിശ തീറ്റ അദ്ദേഹം ആക്കി
അപ്പം മാലിൽ യത്തീമിൻ്റെ സ്വത്ത് തിന്നുന്നതിനെയും മിനൽ കബായിരി വൻപാപങ്ങളിൽപ്പെടുത്തി വഹിയാത് ജിനായത്തിനാലല്ല അമ്പാലി ശരീരം കൊണ്ട് ചെയ്യുന്നതല്ല. അപ്പം അത് സ്വത്തുമായി ബന്ധപ്പെടുന്ന ഭാവമാണ്. അതുപോലെ തന്നെ ഫലം യദ്കുർ അദ്ദേഹം പറഞ്ഞില്ല ഫി കബായിരി നുഫൂസി നഫ്സുകളുടെ കബായറിന്റെ വിഷയത്തിൽ ഇല്ലൽ ഖത്ലിനെ മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞില്ല. ആരാണ്? അബൂ താലിബുൽ മക്കി റഹ്മഹുല്ല. ഉപദ്രവിക്കുന്ന കാര്യം അദ്ദേഹം ചെയ്തില്ല, പറഞ്ഞില്ല. ഇതിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കൊല്ലുന്ന കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അമ്മ ഫഖുൽ ഐനി കണ്ണ് ചൂഴ്ന്നെടുക്കുക, കത്തോലി അതിന് രണ്ട് കൈ മുറിക്കുക, ഗൈറുദാലിക മിൻ തഅദീബിൽ മുസ്ലിമീന മുസ്ലിമീങ്ങളുടെ ഉപദ്രവിക്കുന്നതിനാൽ ബിൽ അറബ് കൊണ്ട് വൻബാഉൽ അദാബി അദാബിന്റെ വിവിധ ഇനങ്ങൾ മനുഷ്യന് ചെയ്യുന്നത് ഫലം യതഅറദു ലഹു അബൂ സാഹിബുൽ മക്കി അതിലേക്ക് സൂചിപ്പിച്ചില്ല, അതിനെ വെളിവാക്കിയില്ല. വല്ലർബുൽ യത്തീമിനെ അടിക്കുക, തഅദീബ് അയാളെ ശിക്ഷിക്കുക, കത്തുഖു അത്റാഫി അയാളുടെ ഏതെങ്കിലും ഭാഗം മുറിക്കുക, ലാ ശക്കഫി അന്നഹു അക്ബറു മിൻ അക്ലി മാൽ സ്വത്തിനെ തിന്നുന്നതിനേക്കാൾ അക്ബറാണ് അത്. പക്ഷെ അത് അബൂ താലിബ് മക്കി എണ്ണിയില്ല. കൈഫ എങ്ങനെ ആകാതിരിക്കും? ഫിൽ ഖബരി ഹദീസിൽ വന്നു മിനൽ അവിടെ നിൽക്കട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.